നമ്മുടെ ഈ വർഗീസ് കത്തനാരുടെ 190 തിരുപ്പെട്ട വാർഷികം, വെട്ടിക്കുഴിച്ചാലിൽ മാത്യു കത്തനാരുടെ 148 തിരുപ്പെട്ട വാർഷികം, അഡ്വക്കേറ്റ് ജോസഫ് വെട്ടിക്കുഴിച്ചാലിന്റെ 5 ചരമവാർഷികം, മാനന്തവാടി രൂപതാംഗമായ ഫാദർ ജോസഫ് വെട്ടിക്കുഴിച്ചാലിന്റെ 25 ചരമവാർഷികമെല്ലാം ഒന്നിച്ച് നമ്മളിവിടെ ആചരിക്കുകയാണ്. ഈ കുടുംബത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കവരക്കുളം കുടുംബത്തെ സംബന്ധിച്ച്, വെട്ടിക്കുഴിച്ചാൽ കുടുംബത്തെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, പണ്ഡിതരും അറിവും വിവരവുമുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഈ കുടുംബവും കുടുംബയോഗവും എന്നാണ്. ധാരാളം മേഖലകളിൽ പ്രശസ്തരായ വ്യക്തികൾ ഈ കുടുംബത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിലും നമ്മൾ മറന്നു പോകാതെ ഈ വർഗീസ് കത്തനാർ അച്ഛനെ ഓർക്കുന്നത്. അതുപോലെ മറ്റച്ഛന്മാരെയും. ഇപ്പോഴും ഈ കുടുംബത്തിൽ വൈദികരുടെ ക്ഷാമം ഉണ്ടായിട്ടില്ല. വൈദികരുടെ വലിയ സാന്നിധ്യമാണ് പക്ഷേ ഈ കുടുംബയോഗം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രധാന കാരണം. അച്ഛനിവിടെ ഈ ഡിജിറ്റൽ നമുക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും ലഭ്യമാക്കുന്ന വിധത്തിൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. കുടുംബ ബന്ധങ്ങളെ പറ്റി നമ്മുടെ അച്ഛന്മാരും മറ്റു പ്രാസംഗികരും ഇവിടെ നന്നായി സംസാരിച്ചു. കുടുംബത്തിലാണ് എല്ലാ നല്ല കാര്യങ്ങളും ആരംഭിക്കുന്നത്. കുടുംബ ബന്ധം അത് ഒരിക്കലും ആർക്കും മറക്കുവാൻ സാധിക്കും. കുടുംബത്തെ പറ്റി നമ്മൾ പറയുന്നത്, ഒരു കാലത്ത് രാമന്റെ വെട്ടിക്കാഴ്ച കുടുംബത്തിന് അപ്പനും അമ്മയും 10 മക്കളും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ക്രിസ്ത്യാനികളിൽ ഇടയിൽ കാണുന്ന ഒരു വലിയ മോശമായ പ്രതിഭാസം, ഒരു കുടുംബത്തിൽ 1 അല്ലെങ്കിൽ 2 പരസ്പരമുള്ള സഹകരണം, ഒത്തൊരുമയോടെ പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാവണം. നമ്മുടെ കൂട്ടായ്മകൾ, പ്രത്യേകിച്ച് കുടുംബയോഗം, അത് ബൈബിളിൽ പറയുന്നത് പോലെ ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആ ചൈതന്യത്തെ കാണിക്കണം. പരസ്പരമുള്ള സഹകരണം അതിൻ്റെ മുഖമുദ്രയാണ്. ബൈബിൾ പ്രത്യേകം പറയുന്നത്, അവരുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഈ കുടുംബയോഗവും അതിനുള്ള ഒരു വേദിയാണ്. വെറുതെ നമ്മൾ എല്ലാ വർഷവും വന്ന് ഇങ്ങനെ ഒന്നിച്ചുകൂടി പോയത് കൊണ്ട് വലിയ പ്രയോജനമൊന്നും. ഒന്നിച്ചു കൂടുന്നത് നമ്മൾക്ക് പരസ്പരം സഹായിക്കുവാനും കൂടിയാണ്. കുടുംബ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്ന കടമ നാം വസിക്കുന്ന സ്വന്തം വീടുകളിൽ നിന്നും തുടങ്ങി കുടുംബ പാരമ്പര്യത്തിൻ്റെ അറ്റം വരെ വ്യാപിക്കേണ്ടിയിരിക്കുന്നു. അണുകുടുംബങ്ങളായി ചുരുക്കപ്പെട്ടു പോകുന്ന ഈ കാലത്ത് നമ്മുടെ കൊച്ചുമക്കൾ ആധുനിക സാങ്കേതിക ഉപകരണങ്ങൾ ബന്ധങ്ങളായി തെറ്റിദ്ധരിച്ച് സാമൂഹിക കടമകളിൽ നിന്നും അകൽച്ച പാലിക്കുമ്പോൾ കുടുംബ കൂട്ടായ്മ പ്രസക്തി പ്രവചനാതീതമാണ്. 123 കുടുംബങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ചെറിയ കാര്യമാണ്. തീർച്ചയായിട്ടും അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരി ആളുകളാണ്. അവരുടെ എല്ലാ പേരുകളും നമുക്കിവിടെ പറയാൻ ഇപ്പോൾ സമയമില്ല. പക്ഷെ ഓർക്കുക, നമ്മുടെ ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇളം തലമുറയിലെ സഹോദരങ്ങൾ ഓർക്കുക, നമ്മുടെ മാതാപിതാക്കൾ വളരെയേറെ കഷ്ടപ്പെട്ട് അതിൻ്റെ ചരിത്രം, അതിന്